വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നലെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോകുന്ന ഫത്താഹ് എന്നുള്ള 21 വയസ്സുള്ള യുവാവ് കണ്ണൂർ കൂത്തുപറമ്പിൽ അവർ സഞ്ചരിച്ചൊരു ബൈക്കും കാറും കൂടി കൂട്ടിയിടിച്ചിട്ട് മരണപ്പെട്ടു എന്നൊരു വാർത്ത കേട്ടു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നോമ്പ് തുറക്ക് വേണ്ടി ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോകരുത്തില്ല ബൈക്കിൽ. അപ്പോഴാണ് എതിരെ വന്നൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ചത്. ഒരു പക്ഷേ കണ്ണൂർ കൂത്തുപറമ്പ് ഭാഗത്തുള്ള ആളുകൾക്ക് അറിയാവുന്നൊരു സംഭവമായിരിക്കാം. നമ്മളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ നോമ്പ് തുറക്ക് വേണ്ടി നമ്മൾ പോകുമ്പോൾ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, അവസാന സമയത്തേക്കായിരിക്കും നമ്മുടെ പോക്ക്. അതൊരു പക്ഷേ സ്പീഡാവാം. ആ സ്പീഡ് അപകടത്തിൽ കൊണ്ടുപോയി കലാശിക്കാം. അതൊരു പക്ഷേ അതുവരെ നമ്മൾ കാത്തിരിക്കുന്ന സന്തോഷങ്ങൾ മുഴുവൻ ഇല്ലാതാവും. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. ഞാൻ ആ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആ വീട്ടുകാരെയൊക്കെ അവസരം ആലോചിച്ച് നോക്ക്. ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഒരാളുടെ മകനാണ് ഈ ഫത്താഹ്. 21 വയസ്സുള്ളൂ. പന്തൽ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരാളാണ്. അത്രയും നോമ്പുകാരനായിട്ടാണ് പഠിച്ചവനിലേക്ക് എത്തുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കും, ഉറപ്പാണ്. കാരണം നോമ്പ് തുറക്കാൻ വേണ്ടി പോവുകയാണ്, നോമ്പുകാരനാണ് ആൾ, അപകടത്തിലാണ് മരണപ്പെട്ടത്. നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഇൻഷാ അല്ലാഹ് നോമ്പ് തുറക്കാൻ വേണ്ടിയൊക്കെ പോകുമ്പോൾ അത് പ്രത്യേകം ഉണർത്തിയതാണ്. അതോടൊപ്പം യുദ്ധം വല്ലാത്ത സ്ട്രോങ്ങിലാണ് യുദ്ധം നടക്കുന്നത്. ഏത് നിമിഷവും ഇറാൻ്റെ തോൽവി വരെ സംഭവിക്കാം. കാരണം ഒരു വർഷത്തോളം ഇറാൻ്റെ ട്രാഫിക് ക്യാമറകൾ ഹാക്ക് ചെയ്തിട്ടാണ് എന്തൊക്കെയാണ് ഇറാനിൽ നടക്കുന്നത്, ഇറാൻ ആയത്തുല്ലാ ഖുമൈനി എവിടെ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നൊക്കെ കൃത്യമായി പഠിച്ചിട്ടാണ് അവർ ആക്രമണം നടത്തിയത്. അത്രയും ടെക്നിക്കലായിട്ട് മുൻപന്തിയിലാണ് ഇസ്രായേലും അമേരിക്കയും. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയൊക്കെ രഹസ്യാന്വേഷണ വിഭാഗം ഒരു വർഷത്തിലധികമായിട്ട് ഇവരെ ട്രാഫിക് ക്യാമറകൾ മുഴുവനും ഹാക്ക് ചെയ്തിക്കണം. എന്നിട്ട് ആരെവിടെ പോകുന്നു എന്നൊക്കെ കൃത്യമായിട്ട് നമ്മളിവിടെ ഒന്നും അറിയാതെ നടക്കുമ്പോഴും ഇതൊക്കെ ഇസ്രായേൽ കാണുന്നുണ്ട്. ഇപ്പോൾ അതാ അവരുടെ എല്ലാ ആസ്ഥാനങ്ങളും കയറിയിട്ട് ബോംബിടാണ്, സ്കൂൾ കുട്ടികൾ ആക്രമിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക. അവരൊക്കെ ഓരോ സുന്നികളല്ലല്ലോ, അവരങ്ങനെയല്ലല്ലോ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അവർ ഗൾഫ് രാഷ്ട്രങ്ങൾ ആക്രമിക്കുന്നതിനോടൊന്നും നമുക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ അവർ പോരാടുന്നത് എന്തിനേയും എന്ത് തെമ്മാടിത്തരം കാണിക്കാൻ ധൈര്യപ്പെടുന്ന ഇസ്രായേലിനോടും അമേരിക്കയോടുമാണ്. ഇസ്രായേലിൻ്റെ കയ്യിൽ അണുവായുധമുണ്ട്, അമേരിക്കയുടെ കയ്യിൽ അണുവായുധമുണ്ട്. ഇനിയിപ്പോൾ ഇറാൻ അണുവായുധം ഉണ്ടാക്കുന്നുണ്ട്. ഇവർക്ക് എന്താ പ്രശ്നമുള്ളത്? ഇവർക്ക് ഭീഷണി എന്ന് പറയാം. പിന്നെ ഇറാൻ്റെ ഒരു സ്റ്റൈൽ എന്താണെന്ന് അറിയാം. ഞങ്ങൾ എങ്ങനെയും ഭൂമിയിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു നീക്കുമ്പോൾ എന്നൊരു സ്റ്റൈലാണ് അവർ ഭരണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് അവർക്ക് വലിയ വിനയായത്. യുദ്ധം 4-ാം ദിവസം എത്തുമ്പോഴേക്കും കനത്ത ആഘാതമാണ് ഇറാനിൽ നടത്തുന്നത്. ഭയങ്കര ബോംബിങ്ങാണ്, ഒരുപാട് പേര് കൊല്ലപ്പെടുന്നുണ്ട്. സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥ, വളരെ ദുർബലമായ പ്രതിരോധം. ആ നിലയ്ക്ക് ഇറാൻ്റെ തകർച്ചയിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ്. നമ്മൾ പ്രാർത്ഥിക്കാം എങ്ങനെയും ഇതൊന്ന് അവസാനിച്ച് കിട്ടാൻ. കാരണം ഇവരിഞ്ഞ് കയറിയിട്ട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ ബോംബിട്ടാലും ഇതിൻ്റെയൊക്കെ കണ്ണീര് ഇതൊന്നിലും പെടാത്ത, ഇറാനിലൊന്നും പെടാത്ത നമ്മളും അനുഭവിക്കേണ്ടി വരും. കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകളും പ്രവാസികളും ഉണ്ട്. അപ്പോൾ ഒരു യുദ്ധം എന്നുള്ളത് ആ യുദ്ധം ചെയ്യുന്നവരെ മാത്രമല്ല, അത് ലോകവ്യാപകമായിട്ട് എഫക്റ്റ് ഉണ്ടാവും. ആ എഫക്റ്റിൽ നമ്മൾ കുടുങ്ങരുത് എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ദുആ ചെയ്യേണ്ടത് ഇറാന് ജയിക്കുക, മറ്റു ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇസ്രായേലിനോടും അമേരിക്കയോടൊന്നും ടെക്നിക്കലി പോരാടിയിട്ടോ ആയുധബലം കൊണ്ട് പോരാടിയിട്ടോ കാര്യമില്ല. നമ്മളിപ്പോൾ ഗസയിൽ യുദ്ധം നടക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞിരുന്നത്? ഗസയിൽ ഭയങ്കര കാലാൾപ്പടയാണ്, ഹമാസ് ഭയങ്കര പോരാളികളാണ്. ആ നാട് മുഴുവനും അവരുടെ കയ്യിലായി. 49,000 ആളുകളെ കൊന്നു, കുഞ്ഞുങ്ങളെ കൊന്നു, സ്കൂളുകൾ തകർത്തു, എല്ലാം തകർത്തില്ലേ? എന്നിട്ട് നമ്മൾ ജയിച്ചു എന്നിങ്ങനെ കിടന്ന് വാചകം അടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതേപോലെ തന്നെ ഇറാൻ്റെ അവസ്ഥ. അവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. അവരങ്ങനെയാണ്, അവരുടെ രക്തം അങ്ങനെയാണ്. അവർ ജയിച്ച ചരിത്രമല്ല അവർക്കുള്ളത്. അവർക്ക് തോറ്റിട്ടും അവരെ ഒതുങ്ങാത്ത വീര്യമാണ് ഇറാനികൾക്കുള്ളത്. പക്ഷെ അതുകൊണ്ട് തകരുന്നതോ ഒരുപാട് പേരുടെ ജീവിതവും ജീവനുമാണ്. ഇന്ത്യ ഇറാനെ സപ്പോർട്ട് ചെയ്യണില്ലെങ്കിലും ഇന്ത്യയോട് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതായത് പാകിസ്ഥാനെ ഒരു നിലക്കും അംഗീകരിക്കാത്ത രാജ്യമാണ് ഇറാൻ. പിന്നെ ആയത്തുല്ലാ ഖുമൈനി ഷിയയാണ്. ആയത്തുല്ലാ ഖുമൈനി ഷിയ ആയിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? അദ്ദേഹം ഒരിക്കലും സുന്നി വിരുദ്ധനല്ല. അദ്ദേഹത്തോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ, നിങ്ങളുടെ ശത്രു ആരാണ്? അമേരിക്കയാണ്, ഇസ്രായേലാണ്. അദ്ദേഹം എല്ലാ സ്വഹാബികളെയും ചീത്ത പറയുന്ന ലണ്ടൻ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ഷിയ നേതാവിനെ കുറിച്ച് പറഞ്ഞത് അയാൾ ചെയ്യുന്നത് കനത്ത തെറ്റാണ്, ഹറാമാണെന്നാണ് പറഞ്ഞത്. സുന്നികൾ വളരെ ആദരവോടുകൂടി കാണുന്ന സ്വഹാബികൾ ചീത്ത പറയാൻ ഒരു ഷിയാക്ക് അവകാശമില്ലെന്ന് പറഞ്ഞ ഒരാളാണ് ആയത്തുല്ലാ ഖുമൈനി. അപ്പോൾ അങ്ങനെ ഒരാൾ മരണപ്പെട്ടിട്ട് അതിനെ സലഫികൾ ഒന്നാകെ കൂടിയിട്ട് ലഅനത്ത് ചെല്ലുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എന്തുമാത്രം ഭീകരമാണെന്നറിയോ? സംഘികൾ കുറ്റപ്പെടുന്നത് നമുക്ക് മനസ്സിലാകും ഒരു മുസ്ലിമായിട്ടാണെന്നുള്ളത്. അവരെ ആജന്മ ശത്രു ഇസ്രായേൽ, അമേരിക്ക. നമ്മൾ അതിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യണത്. ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറാൻ ഇപ്പോൾ നാളെ ജയിക്കും, ഇസ്രായേൽ തോൽക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നടക്കുന്നത് നേരെ തിരിച്ചാണ്. ആരെവിടെ പോകണം, എങ്ങനെ പോകണം? ആയത്തുല്ലാ ഖുമൈനി വീട്ടിൽ വരുന്നത്, പോകുന്നത്, കൃത്യമായി ഇരിക്കുന്നത്, അതൊക്കെ ഇവിടെ ഇരുന്നിട്ട് 2320 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇസ്രായേൽ കാണുകയാണ്, ക്യാമറ ഒന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ ടെക്നിക്കലി അവർ എത്ര ഇമ്പ്രൂവ്ഡ് ആണ് അങ്ങനത്തെ യുദ്ധം ചെയ്യണേ. അപ്പോൾ അവരുടെ ഒരു വിശ്വാസവും അചഞ്ചലമായ ഒരു ഈമാനും അതുമാത്രമേ കൈമുതലുള്ളൂ. നമ്മൾ യുദ്ധം നിർത്താൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. കൂട്ടത്തിൽ നമ്മൾ ആ ഒരു
വാഹനാപകടത്തിൽ മരണപ്പെട്ടൊരു കുട്ടിയുണ്ടല്ലോ, ഫത്താഹ് എന്ന 21-കാരൻ, അവനക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യുക. അപ്പോൾ അതേപോലെ നമ്മുടെ ഖുർആൻ മത്സരമുണ്ട്. ഖുർആൻ മത്സരത്തിന് നമ്മൾ സ്പോൺസർ ചെയ്യുന്ന 1, 2, 3, 4 സമ്മാനങ്ങളാണ് സ്പോൺസർ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഇനി ആരും ഖുർആൻ മത്സരം അയക്കേണ്ടതില്ല, കാരണം നമുക്ക് ഒരുപാട് പെൻഡിങ്ങിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇനി അയക്കേണ്ടതില്ല എന്ന് പറഞ്ഞത്. അയക്കാനാവുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. അപ്പോൾ ഇന്നത്തെ നമുക്ക് മത്സരാർത്ഥികളൊന്ന് പരിചയപ്പെടാം. കാസർഗോഡുള്ള മുഫീദ് എന്നൊരു 10 വയസ്സുകാരൻ. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. തൻസീലൽ അസീസിർ റഹീം. ലിതുൻസിറ ഖൗമൻ മാ ഉൻസിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. പിന്നെ സൗദിയിൽ നിന്നും ഫാത്തിമ ബത്തുൽ, 9 വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أوحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا. സൗദിയിൽ നിന്ന് തന്നെ ഫാത്തിമ ഷൈമ, 6 വയസ്സുള്ള കുട്ടിയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. മലപ്പുറം ചെമ്പ്രയിൽ നിന്ന് സൽമിയ ഫാത്തിമ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم. نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان. إن الذين كفروا بآيات الله لهم عذاب شديد. എട്ടത്തൂരിൽ നിന്ന് റസാൻ അഹമ്മദ്, 6 വയസ്സാണ്. من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم. കൊയിലാണ്ടിയിൽ നിന്ന് മുഹമ്മദ് യാസിർ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. طه ما أنزلنا عليك القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على الأرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى
وإن تجهر بالقول فإنه يعلم السر وأخفى